ഹായ് വെൽക്കം ടു മാറ്റ്കം ടീം മാറ്റ്കമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി കോഡ് 724/2024, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 50/2025 ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിനേഷനകത്ത് മാത്തമാറ്റിക്സ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ. സോ ബേസിക്കലി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫായിരുന്നു, നല്ല നിലവാരം പെടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൾമോസ്റ്റ് 40 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. സോ അതിനകത്ത് ഓൾമോസ്റ്റ് നമ്മൾ 20 ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ നമ്മൾ 3 വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. സിംഗിൾ വീഡിയോ ആയിട്ട് പോകില്ല, കാരണം ഡിസ്കഷൻ അല്പം ലെന്തിയർ വരുന്നത് കൊണ്ട് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മുടെ വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓക്കെ, അടുത്ത ഒരു പ്യുവർ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് കോമ വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ സെറ്റ് ഓഫ് ഓൾ ബി എക്സ് കോമ വൈ such that x square plus y square less than or equal to 4 x comma y belongs to r. തന്നിരിക്കുന്നത് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ഉണ്ട് ഒന്നാമത്തിനകത്ത്. എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെ വാല്യൂ കൂട്ടുമ്പോൾ ഒന്നെങ്കിൽ 1 ഒന്നിനേക്കാൾ താഴെയോ ആവണം. സെറ്റ് ബിക്കകത്താണെങ്കിൽ എക്സ് സ്ക്വയറിന്റെയും വൈ സ്ക്വയറിന്റെ വാല്യൂ കൂട്ടുമ്പോൾ 4 4 താഴെയോ ആയിരിക്കണം. അതായത് നമ്മൾ ഒന്നാമത്തെ സെറ്റിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സെറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പൊ അതായത് എക്സ് സ്ക്വയറിന്റെ വൈ സ്ക്വയറിന്റെ വാല്യൂ കൂട്ടുമ്പോൾ എക്സ് സ്ക്വയറിന്റെ വൈ സ്ക്വയറിന്റെ വാല്യൂ കൂട്ടുമ്പോൾ 0 മുതൽ 1 വരെ വരാം. 0 താഴെ പോവില്ല, കാരണം എന്താണ്, സ്ക്വയർ ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ ഏത് നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സെറ്റ് ബിയിൽ പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, അതായത് 0 മുതൽ 4 വരെ വരാം. അപ്പൊ സെറ്റ് എന്ന് പറയുന്ന എക്കകത്തുള്ള എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു 0 to 1 ആയിരിക്കും. അതായത് എക്സ് സ്ക്വയറിന്റെ വാല്യൂ 0 to 1 ആകുമ്പോൾ എന്താണോ എക്സിന്റെയും വൈയുടെയും വാല്യൂ അതാണ് സെറ്റ് എയിൽ വരിക. സെറ്റ് ബിയിൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ 4 വരെ വരാം. ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ 0 വരാം, വൈയുടെ വാല്യൂ 1 വരാം. കറക്റ്റാ? അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയും 1 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എടുക്കുവാണെങ്കിൽ എന്ത് വരാം, എക്സിന്റെ വാല്യൂ 1 വരാം, വൈയുടെ വാല്യൂ 1 വരാം, 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 വരാം. അതുപോലെ മുകളിലത്തെ വരാം, എക്സ് ഇസ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 1. നേരെ തിരിച്ച് വൈ ഈക്വൽ ടു 0 എക്സ് ഈസ് ഈക്വൽ ടു 1. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നേ ഉള്ളൂ. അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലും ഉണ്ട്. എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ട്, പക്ഷെ ബിയിലുള്ള എല്ലാ എലമെന്റുകളും എയിലില്ല. കറക്റ്റാ? അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ വെച്ച് നോക്കാം. ഒന്നാമത് തന്നിരിക്കുന്നത് എ മൈനസ് ബി ഈക്വൽ ടു 5. എ മൈനസ് ബി എന്ന് പറയുന്നത് ഈ ഓപ്പറേഷനിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എയിലുള്ള എലമെന്റുകൾ എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവരുത്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവരുത്. ദാറ്റ് ഈസ് കോൾഡ് എ മൈനസ് ബി. എയിൽ ഉണ്ടാവണം, ബിയിൽ ഉണ്ടാവരുത്. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ട്. എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ടെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ടെങ്കിൽ എയിൽ നിന്ന് ബി കുറച്ചാൽ പിന്നെ ഒരു എലമെന്റും കാണത്തില്ല. കറക്റ്റാ? എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിൽ ഉള്ളത് കൊണ്ട് എയിൽ നിന്ന് ബി കുറച്ചാൽ എയിൽ ഒന്നും പിന്നെ എന്താ, ഒന്നും എ മൈനസ് ബിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, 5 എന്ന് പറഞ്ഞ നൾ സെറ്റ്, ഒരു എലമെന്റും ഇല്ലാത്ത. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയറാ? നേരെ തിരിച്ച് ബി മൈനസ് എ ഈക്വൽ ടു നൾ സെറ്റ്, അത് ശരിയാവില്ല. കാരണം എയിലുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ട്, ബട്ട് ബിയിലുള്ള എല്ലാ എലമെന്റുകളും എയിലില്ല. അപ്പൊ ബിയിലുള്ളതും എയിലില്ലാത്തതുമായ കുറെ എലമെന്റുകൾ കാണും. അപ്പൊ അതൊരിക്കലും നൾ സെറ്റ് ആവത്തില്ല. കാരണം ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയാ, എക്സിന്റെ വാല്യൂ 1,1 എടുത്തു കഴിഞ്ഞാൽ ഈ 1,1 എന്ന് പറയുന്ന ബിയിലുണ്ട്, പക്ഷെ 1,1 എന്ന് പറയുന്നത് എയിലില്ല. സോ എന്താ, ബി മൈനസ് എ എടുക്കുമ്പോൾ ഈ ഒരു എലമെന്റ് വരാം. അങ്ങനെ ഇഷ്ടംപോലെ എലമെന്റുകൾ വരാം. ക്ലിയറാ? അതുകൊണ്ട് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ മൈനസ് ബി നൾ സെറ്റ് ആയിരിക്കും. അടുത്ത ചോദ്യം, the mean of first n odd natural numbers is n square by 125, then the value of n. First n odd natural numbers. അപ്പൊ എന്താ, ഒന്നാമത്തെ നമ്പർ 1, രണ്ടാമത്തെ നമ്പർ 3, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പം ഇതൊരു എന്താ പറയാ, 1 ഒന്നിനോട് കൂടി 2 കൂട്ടിയാൽ 3 കിട്ടും, 3നോട് കൂടി 2 കൂട്ടിയാൽ 5 കിട്ടും. ഇതാണ് പേര്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്ന 1 ആണ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദ ടേം എന്ത് കിട്ടും, ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതാം. നമ്പർ ഓഫ് ടേംസ് അറിയില്ല, n/2 ഇൻറ്റു 2 ഇൻറ്റു 1 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2 എന്ന് എഴുതാനായിട്ട് പറ്റും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ, n/2 ഇൻറ്റു 2 പ്ലസ് 2n മൈനസ് 2. സോ പ്ലസ് 2 മൈനസ് 2 ക്യാൻസൽ ആയി, ബാക്കി എന്തുണ്ട്, 2n സ്ക്വയർ അപ്പോൺ 2 എന്ന് കിട്ടും. 2 മൈനസ് 2 0, 2n ഇൻറ്റു n 2n സ്ക്വയർ അപ്പോൺ 2. 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോയി, ബാക്കി എന്തുണ്ട്, ബാക്കി ഈക്വൽ ടു n സ്ക്വയർ എന്ന് കിട്ടി. ക്ലിയറാ? അപ്പൊ എന്താണ്, സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n സ്ക്വയർ ആണെന്ന് മനസ്സിലായി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, മീൻ. മീൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സം ഓഫ് ദ ടേം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടേം. സോ വാട്ട് യു വിൽ ഗെറ്റ്, n സ്ക്വയർ അപ്പോൺ n
ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ. അപ്പൊ എൻ ആയിരിക്കും മീൻ എന്ന് പറയുന്നത്. മീന്റെ വാല്യൂ എത്രയും തന്നിട്ടുണ്ട്? എൻ സ്ക്വയർ അപ്പോൺ 125 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എൻ ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ അപ്പോൺ 125. എന്നിനെ ക്യാൻസൽ ആക്കി. സോ ഇവിടെ നമുക്ക് 1 കിട്ടി. therefore n ഈസ് ഈക്വൽ ടു 125. സോ വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് എത്രയായിരിക്കും? 125. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്ത ചോദ്യം. The arithmetic mean of 12 observations is 20. If the observation 15 and 20 are removed, then the arithmetic mean of remaining observation. അതായത് 12 ഒബ്സർവേഷൻസിന്റെ മീൻ എന്ന് പറയുന്നത് 20 ആണ്. 12 ഒബ്സർവേഷൻ എന്താ പറയുക? സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് മീൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്സർവേഷൻസിന്റെ എല്ലാം സം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻറ്റു മീൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇൻറ്റു മീൻ 12 ഇൻറ്റു 20 അപ്പൊ 240 എന്ന് കിട്ടും. ക്ലിയറാ? കാരണം അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് സം ഓഫ് ദ വാല്യൂസ് ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അരിത്തമെറ്റിക് മീൻ. അപ്പൊ ടോട്ടൽ സം ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഇൻറ്റു നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അതിൽ നിന്ന് 2 ഒബ്സർവേഷൻ നമ്മൾ റിമൂവ് ചെയ്യാണ്. 15ഉം 20ഉം. 15 20 കൂട്ടുമ്പോൾ ഓക്കെ, നമ്മളവിടെ റിമൂവ് ചെയ്യുന്ന 15ഉം 25ഉം ആണ്. 15 20 അല്ല, 15 25 ആണ്. ക്വസ്റ്റിനകത്ത് ഒന്ന് കറക്റ്റ് ചെയ്യണം. തന്നിരുന്ന ക്വസ്റ്റിനകത്ത് 15ഉം 25ഉം ആണ് റിമൂവ് ചെയ്തത്, 15 20 അല്ല. സോ 15ഉം 25ഉം നമ്മൾ റിമൂവ് ചെയ്തു. 15 25 നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഇത് കിട്ടും 15 + 25 40. ടോട്ടൽ സമ്മിൽ നിന്ന് 40 പോകണം. ടോട്ടൽ സമ്മിൽ 40 പോയി എന്ത് കിട്ടും? 200 വരും. അങ്ങനെയാണെങ്കിൽ പുതിയ അരിത്തമെറ്റിക് മീൻ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അരിത്തമെറ്റിക് മീൻ എന്തോ? സം ഓഫ് ഒബ്സർവേഷൻ, സം ഓഫ് ടോട്ടൽ വാല്യൂ ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ വാല്യൂ എന്ത് വന്നു? 20 വന്നു. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? 12 ഉണ്ടായിരുന്നു, 2 റിമൂവ് ചെയ്തിട്ടുണ്ട്, 10 ആയി. 200/10 എന്ന് പറയുമ്പോൾ 20 ആയിരിക്കും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീൻ 20 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. ഇഫ് ദ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 1, x, 2, y and x plus y, 2, then ഈ തന്നിരിക്കുന്ന ഏതാണ് നമ്മൾ ഇവിടെ നമ്മൾ ഒരു കണ്ടീഷൻ കൂടി ഒരു ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് it is vertex of then this particular centroid lies on the x-axis. So centroid lies on x-axis. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. ഇനി എഴുതാൻ വിട്ടുപോയതാണ്. centroid lies on the x-axis. സെൻട്രോയിഡ് എക്സ് ആക്സിസിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ക്ലിയറാ? നമ്മൾ ട്രയാങ്കിൾ എടുത്താൽ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ആ ട്രയാങ്കിളിന്റെ പോയിന്റുകൾ ഇപ്പം x1, y1, x2, y2, x3, y3 ആണെങ്കിൽ ഈ പറയപ്പെടുന്ന ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് x1 + x2 + x3 ഡിവൈഡഡ് ബൈ 3, y1 + y2 + y3 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. തന്നിരിക്കുന്ന പോയിന്റുകൾ എത്രയ്ക്കാ? 1, x, 2, y, x plus y, 2. അപ്പം അതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x plus y, x1 + x2 + x3 എന്ന് പറയുമ്പോൾ 1 + 2 + x plus y. കറക്റ്റാ? x1, x2, x3. 1 + 2 + x plus y ഡിവൈഡഡ് ബൈ 3, x plus y plus 2 ഡിവൈഡഡ് ബൈ 3. ക്ലിയറാ? ഇതായിരിക്കും ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. സെൻട്രോയിഡ് ലൈസ് ഓൺ ദി എക്സ് ആക്സിസ്. സെൻട്രോയിഡ് ലൈസ് ഓൺ ദി എക്സ് ആക്സിസ് ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇഫ് ഇറ്റ് ഇസ് ലൈസ് ഓൺ ദി എക്സ് ആക്സിസ് y കോർഡിനേറ്റ് 0 ആണ്. ഈ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x plus y plus 2 divided by 3 equal to 0 എന്ന് എഴുതാം. അതായത് x plus y plus 2 will be equal to 0 because 3 into 0 equal to 0. That is x plus y equal to -2. So അങ്ങനെയാണ് എന്ത് കിട്ടി? x plus y equal to -2 എന്ന് കിട്ടി. സോ എന്ത് പറയാം? ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിൻസ് ഇറ്റ് ലൈസ് ഓൺ ദി എക്സ് ആക്സിസ് y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0. എങ്ങനെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം? x1 + x2 + x3 ഡിവൈഡ് ബൈ 3, y1 + y2 + y3 ഡിവൈഡ് ബൈ 3. ഇവിടെ ഇത് x1, x2, x3, y1, y2, y3. ക്ലിയറാ? ഫൈൻ. അടുത്ത ചോദ്യം. ബൈസെക്ടേഴ്സ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് mod x equal to mod y ഈസ് ഓർ ആർ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് mod x equal to mod y. മോഡുലസിന്റെ ഒരു പ്രത്യേകത mod x equal to mod y ആണെങ്കിൽ we can write it as x is equal to y when y is greater than 0, x is equal to -y when y is less than 0. Okay, fine. അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? വൈയുടെ വാല്യൂ ലെസ് ദാൻ
2 ആകുമ്പോൾ ഇത് പ്ലസ് 2 ആവണം എന്ത് സംഭവിക്കണം? മൈനസ് ഓഫ് മൈനസ് 2 ആവണം. അതുകൊണ്ടാണ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ വെൻ വൈ ലെസ് ദാൻ 0, എക്സ് ഈസ് ഈക്വൽ ടു വൈ വെൻ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മളിപ്പോൾ ഗ്രാഫിക്കലായിട്ട് വരച്ച എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഗ്രാഫ്, ഇഫ് യു പ്ലോട്ടിംഗ് എക്സ് ഈസ് ഈക്വൽ ടു വൈ, എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ദിസ് ഇസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. കാരണം എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1, എക്സിന്റെ വാല്യൂ -1 ആകുമ്പോൾ വൈയുടെ വാല്യൂ -1. ഈ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് പറയുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. ദിസ് ഇസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. അതായത് എക്സിന്റെ വാല്യൂ -1 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ -1 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആവുന്നു. നേരെ തിരിച്ച് എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ -1 ആവും. ഇതാണ് നമുക്ക് ആ രണ്ട് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവയുടെ ആംഗിളിന്റെ ബൈസെക്ട്, അപ്പൊ ഈ രണ്ട് ഗ്രാഫുകൾ ഇവയുടെ ആംഗിളിനെ ബൈസെക്ട് ചെയ്യണം, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്ന് പറയുന്നത് എന്തുവാ? നത്തിങ് ബട്ട് ആക്സിസുകളാണ്, എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിന്റെ വൈ ആക്സിന്റെ ഇക്വേഷൻ എന്താ? വൈ ഈക്വൽ ടു 0 ആസ് വെൽ ആസ് എക്സ് ഈസ് ഈക്വൽ ടു 0. കറക്റ്റാ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സി, എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആണ്, therefore വൈ ഈക്വൽ ടു 0. വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 0 ആണ്, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0. അതായിരിക്കും അവിടുത്തെ ഇക്വേഷൻ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയാം. അടുത്തത് 2 hills are of same height. നമുക്ക് രണ്ട് മലകളുണ്ട് ഒരേ ഹൈറ്റിൽ. The distance between the top of the hill is √675. ടോപ്പുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് √675 ആണ്. √675 ആണ്. If the tower of height 15 meter is situated at the top of the one of the hills, ഒരു ഹില്ലിന്റെ മണ്ടയിൽ കൊണ്ടുപോയിട്ട് ടവർ വെച്ചിട്ടുണ്ട്, അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15 മീറ്റർ ആണ്. The angle of elevation from the top of the other hill to the top of the tower, അതായത് ഈ മറ്റേ മലയിൽ നിന്ന് മറ്റേ ടവറിന്റെ മണ്ടയിലോട്ട് നോക്കാൻ എത്രത്തോളം ആംഗിൾ ഓഫ് എലവേഷൻ വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഇതൊരു നമ്മൾ തീറ്റ എന്ന് പറയുന്ന ആംഗിളായിട്ട് എടുത്താൽ ആ തീറ്റയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓപ്പോസിറ്റ് സൈഡും ഇത് അഡ്ജസന്റ് സൈഡാണ്. ഓപ്പോസിറ്റ് സൈഡിനെയും അഡ്ജസന്റ് സൈഡിനെയും കണക്ട് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ആണ് ടാൻ തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ √675 എന്ന് എഴുതാനായിട്ട് പറ്റും. എന്താ 675? 675 എന്ന് പറയുമ്പോൾ വെൻ യു ടേക്ക് 675, 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 27 കിട്ടും. ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. സോ നമുക്ക് അഗെയിൻ 3,3 എടുക്കാനായിട്ട് പറ്റും. 2, 3, ഇവിടെ നിന്ന് നമുക്കൊരു 5 എടുക്കാം. കറക്റ്റ്, കാരണം 5 സ്ക്വയർ 25 ആണ്. ഇവിടെ നമുക്കൊരു 3 എടുത്താൽ ബാക്കി എന്തുണ്ട്? I3 15, 15 √3 എന്ന് എഴുതാനായിട്ട് പറ്റും. എന്നോട് പറയാം, 675നെ HCF കണ്ടുപിടിച്ചാൽ 25 എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 25 ഈക്വൽ ടു 27 എന്ന് കിട്ടും. ഇവിടെ നിന്ന് 9 എടുത്താൽ നമുക്ക് 3 കിട്ടി. സോ √675നെ നമുക്ക് 25 ഇൻറ്റു 9 ഇൻറ്റു 3 എന്ന് എടുക്കാം. 25-നകത്തുനിന്ന് 5 വെളിയിൽ വരും, 9-നകത്തുനിന്ന് 3 വെളിയിൽ വരും, ബാക്കി എന്തുണ്ട്? 3 ഉണ്ട്. സോ 15 √3 എന്ന് കിട്ടും. സോ ഇതെന്ത് വരും? ടാൻ തീറ്റ ഈക്വൽ ടു 15 upon 15 √3 എന്ന് വരും. 15 ക്യാൻസൽ ആയി 1 ബൈ √3. എവിടെയാണ് √3 കണക്ഷൻ ആയിട്ട് വരുന്ന ട്രിഗ്നോമെട്രിക് റൈറ്റ് ട്രയാംഗിൾ എന്ന് പറയുന്നത്? 30, 60, 90. അതായത് 30, 60, 90. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് √3 ആയിരിക്കും. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമ്മൾ ടാൻ 30 എടുത്താൽ എന്ത് കിട്ടും? ഓപ്പോസിറ്റ് സൈഡ് 1 upon അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് 1 ബൈ √3. അപ്പോൾ ടാൻ 30 എന്ന് പറയുന്നത് 1 ബൈ √3 ആണ്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു ടാൻ 30, അതായത് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ എത്ര വന്നു? ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് വന്നു. ക്ലിയർ ആണോ? അത്യാവശ്യം ട്രിഗ്നോമെട്രിക് ഐഡിയ അറിയാവുന്നവർക്കൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ട്രിഗ്നോമെട്രി സോൾവ് ചെയ്യാൻ 2 ട്രയാംഗിളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 45, 45 ട്രയാംഗിൾ, 45, 45 ട്രയാംഗിൾ 1, 1 √2 എന്ന് വരും. 45, 45 ട്രയാംഗിൾ എന്ന് പറയുന്നത് 45, ഇത് 45, ഇത് 90 ആണെങ്കിൽ 1, 1 √2 എന്നാണ് റേഷ്യോ വരിക. നേരെ തിരിച്ച് നമ്മൾ 30, 60, 90 എടുത്താൽ ഇത് 30, ഇത് 60, 90 എടുത്താൽ 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3 വരും, 90ക്ക് ഓപ്പോസിറ്റ് 2 വരും. അതായിരിക്കും ആ പറയപ്പെടുന്ന റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? നമ്മൾ കുറേ അധികം ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെപ്പോൾ അഭിപ്രായം കൂടെ കമന്റ് ചെയ്യുക. As a token of gratitude, please like this particular video, share with your friend, subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.